പെരിയ കേസിൽ സിബിഐ അന്വേഷണം തടയാൻ സർക്കാർ ചെലവഴിച്ചത് 2 കോടിയോളം രൂപ. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമെല്ലാം സർക്കാർ ഇറക്കിയത് മുൻ സോളിസിറ്റർ ജനറൽ അടക്കമുള്ളവരെ. പാർട്ടി കൊലയാളികൾക്കായി സർക്കാർ മുടക്കിയ നികുതി പണം CPM തിരിച്ചടയ്ക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് CPM തന്നെയെന്ന് ഉറപ്പിച്ച CBI കോടതി വിധിയെത്തുമ്പോൾ ചർച്ചയാകുന്നത് അന്വേഷണം തടസ്സപ്പെടുത്താൻ ഇടത് സർക്കാർ ചെലവഴിച്ച കോടികളെ കുറിച്ചാണ്. കേസിൽ CBI അന്വേഷണത്തെ എതിർക്കാൻ സംസ്ഥാന സർക്കാർ ഇറക്കിയത് സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകരെ. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ ഹാജരായ മുൻ സോളിസിറ്റർ ജനറൽ രജിത് കുമാറിന് സിറ്റിംഗ് ഒന്നിന് നൽകിയത് 25 ലക്ഷം രൂപ. ശേഷം കേസ് വാദിച്ച അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരുന്ന മുതിർന്ന അഭിഭാഷകൻ മനീന്ദർ സിംഗിനും സഹായികൾക്കുമായി 3 സിറ്റിംഗിന് നൽകിയത് 63 ലക്ഷം രൂപ. 2 അഭിഭാഷകർക്കായി മാത്രം നികുതി പണത്തിൽ നിന്നും ചെലവിട്ടത് 88 ലക്ഷം രൂപയാണ്. ഇതിന് പുറമെയായിരുന്നു യാത്ര, താമസ, ഭക്ഷണ സൗകര്യങ്ങൾ. ഡിവിഷൻ ബെഞ്ചും CBI അന്വേഷണത്തെ അനുകൂലിച്ചപ്പോൾ സുപ്രീം കോടതി നൽകിയ റിട്ട് ഹർജി വാദിക്കാനും പ്രമുഖരായ അഭിഭാഷകരെ സിറ്റിംഗിന് ലക്ഷങ്ങൾ ചെലവഴിച്ചെത്തിച്ചു. ഏതാണ്ട് 2 കോടിയോളം രൂപയാണ് പെരിയ ഇരട്ടക്കൊലക്കേസിൽ CBI അന്വേഷണത്തിന് തടയിടാനായി സർക്കാർ ചെലവഴിച്ചത്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമെല്ലാം 100 കണക്കിന് അഭിഭാഷകർക്ക് സർക്കാർ ശമ്പളം നൽകുമ്പോഴായിരുന്നു ഈ ദൂർത്ത്. ഒരു കൊലപാതക കേസ് CBIക്ക് വിടേണ്ട എന്ന് വാദിക്കുന്നതിന് വേണ്ടി മാത്രമാണ് സർക്കാർ ഇത്രയും ഭീമമായ വക്കീൽ ഫീസ് മുടക്കിയത്. കേസ് അന്വേഷണം കണ്ണൂരിലെ നേതാക്കളിൽ എത്താതിരിക്കാനായിരുന്നു സർക്കാർ നീക്കം. ഒടുവിൽ കേസിലെ 14 പ്രതികളും കുറ്റക്കാരെന്ന് തെളിഞ്ഞതോടെ ഈ കോടിക്കണക്കിന് രൂപ CPM ഖജനാവിലേക്ക് തിരിച്ചടയ്ക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.